ഭാഗട്ടോ കേട്ടോ. ഇതിന്റെ ആദ്യത്തെ അവസ്ഥ എങ്ങനെ ആവട്ടെ? ആദ്യത്തെ അവസ്ഥ പറഞ്ഞാൽ 3 കോല് പൊട്ടിന് ആ വെള്ളം വന്ന് തുറന്നിട്ട് ഇതിൽ ഇറങ്ങാൻ കഴിയുമോ? അത് ഇറങ്ങാത്ര ധൈര്യം പോയിട്ടാണ് ഇറങ്ങുക. പിന്നെ എങ്ങനെ ഇതിന്റെ ആദ്യത്തെ അവസ്ഥ അവസ്ഥ കണ്ടാൽ ആരും ഇറങ്ങുക, എടുക്കാനും പേടിയാണ്. അതിപ്പോൾ കെട്ടി ഞങ്ങൾ കണ്ടീഷനാക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. പണി കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടോ പണി കഴിഞ്ഞ് രാജ്യം വരട്ടെ. രാജേട്ടാ അടുത്ത് ആദ്യത്തെ അങ്ങനെ അവസ്ഥ? ആദ്യത്തെ ഇത് കണ്ടാല് ഒരാളിതിൽ ഇറങ്ങി പണിയെടുക്കില്ല. പിന്നെ പറഞ്ഞാൽ 10-11 കൊല കൊണ്ട് കെട്ടി പോകുന്നു. ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും കാണില്ല. അതിന്റെ മുന്നേ ഒരാൾ ഇറങ്ങൂലേന്നില്ല കേട്ടിട്ട്. കുറെ പണിക്കാർ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടിട്ട്. പിന്നെ ഈ റോപ്പ് എങ്ങനെ വാങ്ങി? കുഴപ്പമില്ലാത്ത റോപ്പാണ്. നല്ല ശ്രദ്ധിക്കണം പണിയെടുക്കുമ്പോന്നുള്ളൂ. അത് നമ്മളെ പണിക്കാരൻ്റെ ആണ്, മേസേജിൻ്റെ ആണ്, വിലയെടുത്ത് വാങ്ങിയാണ്. ഇനി റോപ്പില്ലേറ്റാരും പണിക്ക് വരാ കണ്ടാച്ചിട്ട് വാങ്ങിയ പോരെ. പറയട്ടോ നിങ്ങളെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഈ കിണറിലൊന്നും മനുഷ്യൻ ഇറങ്ങൂല. നാളേക്ക് എന്താന്നുള്ള മനുഷ്യനോട് ഇറങ്ങൂല. അങ്ങനെ പഠിച്ചാന്റെ പുസ്തകത്തിൽ തെറ്റിലായി അങ്ങനെ കാര്യം ഞങ്ങളായി കിട്ടിയ ഭാഗ്യം. അതെ, ഒരു മലയാളിമാർ നല്ല പൈസ ചെലവാക്കിയത് അതിന് നമ്മളെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ബാവട്ടന്റെ അഭിപ്രായം എന്താ ഈ കെട്ടിന്റെ കാര്യത്തില്? കെട്ടിന്റെ കാര്യ കണ്ടീഷനാണ്. ഇനി കെട്ടിയ കാര്യത്തിലൊന്നും ഇനിയൊന്നും സംഭവിക്കില്ല. അത്രയും കാര്യമില്ല. കെട്ടിനൊന്നും അങ്ങനെ സംഭവിക്കില്ല. ഒരു സുഖമായി വെള്ളം കുടിക്കുക, നല്ല വെള്ളമാണ്. ഈ കിണറിന്റെ ആദ്യത്തെ അവസ്ഥ എങ്ങനെയാണ്? ആദ്യത്തെ അവസ്ഥ അങ്ങോട്ട് ആരും ഇതിൽ ഇറങ്ങൂല. അത്തരം ഗുരുതരമായ പരിപാടി പൊട്ടിങ്ങനെ നിന്നിട്ട് അടന്നിങ്ങനെ നിൽക്കുക. പൊട്ടിയതല്ല, അടന്ന് നിൽക്കണതും. അത് വമ്പം പൊട്ടായിരുന്നു. പൊട്ട അതുകൊണ്ട് 3 കോലാണ് ഉള്ളിട്ട് പോയി. 3 കോല ഉള്ളോട്ട് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു? ആദ്യത്തെ മെഷീനാ നന്നായിരുന്നു, ഇപ്പോഴത്തെ മെഷീനാ നന്നായിരുന്നു? ഇപ്പോഴത്തെ മെഷീനാണ്. ഇപ്പോഴത്തെ മെഷീൻ നന്നായി പണിക്കാനൊക്കെ പറ്റും. നേരെ എടുക്കുക, ആരവാളൊന്നും വരില്ല. വീട്ടിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. ആരും കയ്യും പയ്യൊന്നുമില്ല. 2 കല്ലൊക്കെ ആൾക്കാർ ഇറക്കാൻ 2 കൊട്ട 2 കെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മളെ ഉറവൊക്കെ ചാടിയ സ്ഥലം. ഈ ചാടിയ സ്ഥലത്ത് കൂടെ